അവന് ഇഷ്ടം ഈ നാടൻ ടൈപ്പ് കുട്ടികളെയാ. അങ്ങനെ കുറച്ച് അടക്കം ഒതുക്കുക. ഇവൻ ഞാൻ വേറെ ഇപ്പൊ എന്തെങ്കിലും ഇട്ട് ഞാൻ പറയാം, എന്നോട് പറയാം എന്റെ അച്ഛൻ നിനക്കൊന്നും ചേരത്തില്ല, അങ്ങനെ എന്തെങ്കിലും ഇടും, നീ ഇങ്ങനെ കോലം കെട്ടാവുന്നൊക്കെ എന്നോട് ഇടയ്ക്ക് അങ്ങനെ പറയും. അങ്ങനെ ആ സമയത്തൊക്കെയും എന്താ പറയാ, അന്നേരം നാടൻ ക്യാരക്ടർ ചെയ്യുന്നെങ്കിൽ അവൻ പറയും അതാ നല്ലത്, നിനക്ക് ഇതാ രസം. അങ്ങനത്തെ ഒരു മൈൻഡാണ് ഇപ്പോഴും അവൻ എങ്ങനെയാ നടക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഒരു പ്രേമം തലക്ക് പിടിച്ചാല് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ കരിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പോണോ? കരിയറല്ലേ നമുക്ക് ആവശ്യം. അതെ, പക്ഷെ എന്നാലും പ്രേമം വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ല. അത് വന്നു പോയാലോ അറിയാം. പ്രേമിക്കാം, വൺ സൈഡ് പ്രേമിക്കാം, ടു സൈഡ് എന്റെ മോനെ പ്രേമിച്ചോട്ടെ. ഓ അങ്ങനെ പ്രേമിക്കില്ല, വിട്ടുകൊടുക്കില്ല. അതിനൊരു സമയമുണ്ട്, വരുമ്പോ വരുന്നാലും വരട്ടെ. മോനെ കെട്ടിച്ചോടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല. മോനെ കെട്ടിക്കുക എന്നുള്ളതല്ല, മോന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ നല്ല 2-3 പടങ്ങൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ ആഗ്രഹിക്കാത്ത അമ്മമാരില്ലല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരെയും പപ്പ അവധിക്ക് വരുമ്പോഴും ഞങ്ങൾ രണ്ടുപേരിക്കുമ്പോൾ നല്ല പടങ്ങൾ ലാൽ സാറിന്റെ വരുവാണെങ്കിൽ തിയേറ്ററിൽ പോയി കൊണ്ട് കാണിക്കും. അപ്പൊ ഓരോ എൻഡ് വരുമ്പോഴും ഓരോ പുതിയ ന്യൂ ഫേസ് വരുമ്പോഴും ഞാൻ അവന്റെ അടുത്ത് ഇരുന്ന് പറയും, മോനെ ഇത് നീ ആയിരുന്നെങ്കിൽ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും, എന്ത് നീ ആയിരുന്നെങ്കിൽ, ഈ കഥാപാത്രം നീ ചെയ്തിരുന്നെങ്കിൽ എന്ന് അമ്മ ഇമാജിൻ ചെയ്യാറുണ്ടോ? അർജുന ഒരു കഥാപാത്രം അപ്പൊ അങ്ങനെ ആഗ്രഹിക്കുമ്പോ നമ്മളൊരു ലവ് ട്രാക്കിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ അതായിരിക്കും മെന്റലി ഇങ്ങനെ, അത് ശരിയാവില്ല. നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ മോൻ എത്തിച്ചേരട്ടെ, എന്നിട്ട് ബാക്കി പിന്നീട് ആലോചിക്കാം. എന്നാലും അർജുൻ ഇതുവരെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ചെറിയ ക്ലാസ്സിലുണ്ടായിട്ടുണ്ട്, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ഞാൻ തോന്നുന്നു ടൈമിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ബേക്കറി സാധനം മേടിക്കാൻ പോയി നിൽക്കുമ്പോ നല്ല കാണാൻ കൊള്ളുന്ന നല്ല ക്യൂട്ടായ ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കി, ഇവനും നോക്കി. അപ്പൊ കണ്ണുകൾ കൊണ്ട് കഥ എഴുതുക എന്ന് പറഞ്ഞ പോലെ കണ്ണുകൾ കൊണ്ട് മാത്രം കൂട്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഐ ലവ് യു എന്നൊക്കെ പറയാനുള്ളൊരു പേടി കാണുമല്ലോ. അപ്പൊ സ്കൂളിൽ ചെന്നപ്പോഴും അസംബ്ലിക്ക് നിൽക്കുമ്പോഴും എന്റെ അർജുനാണ് ഏറ്റവും ബാക്കില് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ നോക്കിയപ്പോ ഈ കൊച്ചു നിൽക്കുന്നു, ഇതും നല്ല ഹൈറ്റ് ഉള്ള കുട്ടിയാ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്നുള്ളതല്ലാതെ തുറന്ന് സംസാരിക്കാൻ പേടിയാണ്, കാരണം ചെറിയ ക്ലാസ്സല്ലേ. അപ്പം പിന്നെ വളർന്നു, പഠനമായി മുമ്പോട്ട് ഡിഗ്രി കഴിഞ്ഞ് MBA കഴിഞ്ഞ് ആ ടൈമിങ്ങിലൊന്നും പ്രേമിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാല് ലക്ഷ്യം ഇതാണ്. അതെ 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 ഇനി എപ്പോഴായിരിക്കും ലവ് സ്റ്റോറിയൊക്കെ ആയിട്ട്? അതുപോലെ പറഞ്ഞായിരുന്നു മറ്റേ എന്താ പറയാ, ടീച്ചറിനെ ക്രഷ് അടിച്ച കാര്യം. അത് അവൻ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാ ഇഷ്ടം. അതെല്ലേ. അപ്പൊ അമ്മയ്ക്കും അല്ലെങ്കിൽ അച്ഛനും എങ്ങനത്തെ ഒരു മരുമോളെ കിട്ടണമെന്നാണ് താല്പര്യം? എന്താ എനിക്ക് പൊതുവെ എല്ലാ പെൺകുട്ടികളും ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു നാടൻ പെൺകുട്ടി